അപ്പം നമുക്ക് ഷടപടി പറഞ്ഞ ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ? ചില സമയം നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബിരിയാണിയൊക്കെ കഴിക്കാൻ ഒരു ക്രേവിങ്സ് ഒക്കെ വരാറുണ്ടല്ലേ? അപ്പം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ മലബാറുകാരുടെ സ്വന്തം ദം ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പം നമ്മൾ ആദ്യം തന്നെ അരി എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ നമ്മൾ പാൻ എടുക്കുക, അടുപ്പത്ത് വയ്ക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് സവാള ഒന്ന് മൂപ്പിച്ച് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണേ. അതിൽ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ദമ്മിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഓയിലിൻ്റെ പകുതി ഓയിൽ ഇട്ടിട്ട് നമ്മൾ എന്താക്കുക, സവാളയും സോൾട്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ ഗ്രീൻ ചില്ലി ഒക്കെ കൂടെ അതിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ തക്കാളി ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തക്കാളി അല്ലാണ്ട് ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കനും കൂടെ ഇട്ടിട്ട് നമ്മൾ മസാല ആഡ് ചെയ്യുക. അതായത് ചിക്കൻ ഇട്ടിട്ട് എന്തുകൊണ്ടാണ് മസാല ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിക്കനിൽ ഓൾറെഡി മസാല തേച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ഒന്ന് സെറ്റ് ആവണമെങ്കിൽ അതിന് ശേഷം ഇടുമ്പോഴേ നമുക്ക് ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ എന്താണോ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ മസാല ഇടുന്നത് അതേപോലെ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് അങ്ങോട്ട് അടച്ചു വയ്ക്കുക, കുറച്ച് വെള്ളവും പാർന്നിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അരി സെറ്റ് ചെയ്യാം കേട്ടോ. എത്ര അരിയാണോ എടുത്തത് അതിൽ 1/4 കപ്പ് വെള്ളാട്ടോ ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പ് അരിയാണെങ്കിൽ 1/4 കപ്പ് വെള്ളാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ നമ്മുടെ കറാമ്പും കറപ്പട്ടയും ബേ ലീവ്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി ഓയിലില്ലായിരുന്നോ ഫ്രൈ ചെയ്ത് അത് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെന്തോ, അതായത് ഒരു പാകമായിട്ട് നമ്മൾ ദം ചെയ്യുകയാണല്ലോ, അപ്പോൾ അധികം അങ്ങോട്ട് വേകണ്ട. അപ്പം വെന്തോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേ നടുക്ക് കൂടെ ഇങ്ങനെ ഒന്ന് ഒരു ജസ്റ്റ് ഒരു സർക്കിൾ വരച്ച് നോക്കിയാൽ മതിയേ. അതായത് ഒന്ന് കുഴിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മുടെ അരി നമ്മൾ ദം ചെയ്യാനുള്ള പാകത്തിലായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ അടപ്പ് തുറക്കുക, അതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിച്ചപ്പും ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ എന്തെടുത്തിട്ടുണ്ട്, പൈനാപ്പിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. പൈനാപ്പിൾ, ജെറി, പിന്നെ ഗ്രീൻ പീസ് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേ നമ്മൾ മുകളിലേക്ക് നല്ലോണം ഒന്ന് വിതറി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ ഫ്ലെയിമിൽ തന്നെ ദമ്മിൽ വെക്കുക, പിന്നെ അത് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ നല്ല കിടിലൻ ദം ബിരിയാണി കഴിക്കാം കേട്ടോ. ഒരു ക്രേവിങ്സ് ഒക്കെ വരുമ്പം അത് സാറ്റിസ്ഫൈ ചെയ്യാൻ ഇതൊക്കെ തന്നെ ധാരാളം. അപ്പോൾ എനിക്ക് ഇത്രയുള്ള ലവ് യു, ബൈ.